ഇപ്പോൾ ദൈവത്തിന് എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് ഒരു ഹൃദയത്തോടും ഒരു ആത്മാവോടും ഒരു മനസ്സോടും ചേർന്ന് സ്തുതിക്കാം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് ഇപ്രകാരം അരുളിച്ചിരുന്നു: എന്റെ നാമം അനുസ്മരിക്കാൻ ഇടയാകുന്നിടത്തെല്ലാം ഞാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ അനുഗ്രഹിക്കും. ദൈവവും മനുഷ്യരും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന ഏക സമയം ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ നാട് അനുഗ്രഹിക്കപ്പെടുകയാണ്. നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ പ്രദേശത്ത് വലിയ മാറ്റം സംഭവിക്കുകയാണ്. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെയുള്ള നാരായണനും വേലായുധൻകുട്ടിയും ജോസഫും ജോർജും എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. മനുഷ്യരെല്ലാം ഐക്യത്തിൽ വർദ്ധിക്കുക, മനുഷ്യരെല്ലാം സ്നേഹത്തിൽ ഒന്നായിരിക്കുക. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദേവാലയങ്ങളിൽ നാം സ്തുതിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ഒരു വിഭാഗം മാത്രമാണ്. എന്നാൽ ഈ അങ്ങാടിയിൽ, പരസ്യവേദിയിൽ, തെരുവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം ഒരുമിച്ച് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആനന്ദിക്കും, സന്തോഷിക്കും. തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും സ്തുതിപ്പുകൾക്കും എല്ലാം ഉത്തരം നൽകും. കാരണം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ സ്നേഹത്തിലായിരിക്കുന്നതിനു വേണ്ടിയാ. ഭിന്നതയില്ലാതെ, കലഹമില്ലാതെ, ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ മനുഷ്യൻ വ്യത്യസ്ത മതവിഭാഗങ്ങളിലും വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളിലുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് നമ്മെ സൃഷ്ടിച്ച ഏകസത്യമായ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഒരുമിച്ച് അല്പസമയം സ്തുതിക്കുമ്പോൾ വിപ്ലവകരമായ, നമ്മളെ ചിന്തിക്കുന്നതില്, മനസ്സിലാക്കുന്നത്, ദർശിക്കുന്നതില് അപ്പുറത്ത് വലിയ അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ വലിയ പ്രസൻസ്, ദൈവത്തിന്റെ വലിയ ഇടപെടല് നിശ്ചയമായും ഈ സ്ഥലത്തുണ്ടാകും. പ്രിയമുള്ളവരെ, ഇപ്പോഴായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഈ ദിവസം ദൈവം ദാനമായി നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് നമ്മൾ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണമറ്റതാണ്. നമ്മൾ എപ്പോഴെങ്കിലും ദൈവത്തിന് നന്ദി പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി നമുക്ക് ഈ സമയം ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ഭാര്യയെ തന്നു, മക്കളെ തന്നു, ഭർത്താവിനെ തന്നു, നമ്മുടെ കുടുംബം തന്നു, സഹോദരന്മാര് തന്നു, സഹോദരിമാര് തന്നു. നമ്മെ സൃഷ്ടിക്കാനായി ദൈവം നമുക്ക് മാതാപിതാക്കളെ നൽകി, നമുക്ക് വസിക്കാൻ ഭവനം നൽകി. നമ്മുടെ ചുറ്റുപാടിൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ അയൽവാസികളെ ദൈവം നമുക്ക് നൽകി. അപ്പൊ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം ഓർത്ത് അനുസ്മരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന നിമിഷത്തില്, ദൈവത്തെ സ്തുതിക്കുന്ന നിമിഷത്തിൽ ഈ സമയം ദൈവം അത്ഭുതം വർഷിക്കും. ഇവിടെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയായ ഞാൻ ഒരുമിച്ച് ദൈവാലയത്തിൽ സ്തുതിക്കുന്നതിനേക്കാൾ അഭികാമ്യമാണ് ഇവിടെയുള്ള നാരായണനും മുഹമ്മദും വേലായുധനും എല്ലാം ഒരുമിച്ച് നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ അല്പം സ്തുതിക്കുമ്പോൾ എൻ പിതാവായ ദൈവം പ്രസാദിക്കും, ദൈവം അനുഗ്രഹിക്കും. അതാണ് അവിടുന്ന് പറഞ്ഞത്: എന്റെ നാമം അനുസ്മരിക്കാൻ ഇടയാകുന്നിടത്തെല്ലാം ഞാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് ഞാനല്ല, അത് ദൈവമാ, കർത്താവായ യേശുവാ. വാക്കിൽ മാറ്റമില്ലാത്തവനാ. പറഞ്ഞ വാക്ക് അതുപോലെ പ്രവർത്തിക്കുന്ന ദൈവം തീർച്ചയായും നിശ്ചയമായും ഈ നാട്ടിൽ ഇപ്പോൾ അനുഗ്രഹം വർഷിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് മുഹമ്മദേ, ദൈവത്തെ ആരാധിക്ക്. എന്നെയും നിന്നെയും സൃഷ്ടിച്ച ഒരു ദൈവമാ. നാരായണൻകുട്ടി, ദൈവത്തെ ആരാധിക്ക്. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ വികാരങ്ങൾ അറിയുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുകയാ. നമുക്ക് ഒരു ഹൃദയത്തോടെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കും. ആ ദൈവം ഇവിടെ അനുഗ്രഹം വർഷിക്കും. നിങ്ങളുടെ ഭവനങ്ങളിൽ അനുഗ്രഹം വർഷിക്കും.
ദൈവമായ കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ നിമിഷം അങ്ങയുടെ സമാധാനം കൊണ്ട് ഈ നാട്ടിൽ ഇപ്പോഴായിരിക്കുന്ന എല്ലാ മനുഷ്യ ഹൃദയങ്ങളും അവിടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകിയതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നടക്കാൻ കാലുകൾ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ചലിപ്പിക്കാൻ നിങ്ങളുടെ കൈകൾക്ക് ബലം നൽകിയതിന് നന്ദി പറയുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് ചിന്തിക്കാനും സംസാരിക്കാനും ഓർമ്മിക്കാനുമുള്ള കഴിവ് അങ്ങാണ് നൽകിയത്. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ശരീരത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ ക്രമങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, രോഗാവസ്ഥയിലായിരിക്കുന്ന അനവധി മനുഷ്യരെ ഞങ്ങൾ ഓർത്തനുസ്മരിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ സമയം ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട്, ആരോഗ്യത്തോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ദൈവമേ, ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എല്ലാ മനുഷ്യരും സ്നേഹത്തോടെ വസിക്കണമെന്നും സന്തോഷത്തോടെ അവരുടെ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കണമെന്നുമാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. അതിനാൽ എൻ്റെ പിതാവായ ദൈവമേ, ഇതാ ഈ നാട്ടിലെ പ്രദേശത്ത് വെച്ച് ദൈവത്തെ ഞങ്ങൾ ഏക മനസ്സോടെ സ്തുതിക്കുന്നു. ഏക സത്യമായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശുവിനെയും അറിയുക എന്നുള്ളതാണല്ലോ നിത്യജീവൻ. ഏക സത്യമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ഈ സമയം ഈ നാട്ടിൽ വെച്ച് പരസ്യവേദിയിൽ ഈ തെരുവിലെ നാനാജാതി മതസ്ഥർ ഒരുമിച്ച് സ്തുതിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. അത്യുന്നതനായ പിതാവേ, സ്വർഗം ചായിച്ച് ഈ സമയം ഇറങ്ങി വരണമേ. ഈ ജനത്തിന്റെ മേൽ അവിടുന്ന് അനുഗ്രഹം വർഷിക്കണമേ. കർത്താവേ, അവിടുന്ന് എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്നുള്ള ഉൾബോധ്യം ഇപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമായ കർത്താവേ, ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ നേടേണ്ടതിന് വേണ്ടിയാണല്ലോ അവിടുന്ന് കുരിശിൽ മരിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ കുരിശു മരണം വഴി പിശാച് മനുഷ്യനെ നിക്ഷേപിച്ചു നൽകിയ നിത്യമരണത്തെയും പിശാചിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കുരിശിൽ വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആരാധിച്ചു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുന്ന് അരുളി ചെയ്തു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണെന്ന് അരുളി ചെയ്ത ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഈ നാടിന്റെ മേൽ വലിയ ഐശ്വര്യം വന്നു നിറയട്ടെ കർത്താവേ. ഈ സമൂഹത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖഭാരത്താലും രോഗപീഠകളാലും വലയുന്ന എല്ലാ മനുഷ്യർക്കും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സൗഖ്യം നൽകണമേ കർത്താവായ യേശുവേ. പ്രതിസന്ധി മൂലം തളർന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ, തകർന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, ഈ സമയം അങ്ങ് തൊട്ടനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം അത്ഭുതം സംഭവിക്കട്ടെ ദൈവമേ. അങ്ങ് ആഗ്രഹിക്കുന്നതാണ് സംഭവിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരുമിച്ച് സ്തുതിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു കർത്താവായ യേശുവേ. അതിവിടെ സംഭവിക്കുകയാണ്. അങ്ങയുടെ ജനം, അങ്ങയുടെ മനുഷ്യരങ്ങ് പ്രിയപ്പെട്ട മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരും ഹൃദയം കൊണ്ട് സ്തുതിക്കുന്നു കർത്താവേ. മൈക്കിലൂടെ ഞാൻ മാത്രമാണ് സ്തുതിക്കുന്നതെങ്കിലും ഇപ്പോൾ ഞങ്ങളെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് ദൈവത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്ന് ആരാധിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് സന്നിഹിതനാകുമല്ലോ. അവിടുന്ന് സജീവ ശക്തിയായി എഴുന്നള്ളി വരുന്ന ദൈവമേ, അവിടുന്ന് തിരുവോസ്തിരൂപനായി തിരുവാൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന തനി സ്വരൂപനായ ദൈവം അതേ ശക്തിയോടും അതേ പ്രതാപത്തോടും കൂടി ഇപ്പോൾ ഈ നാട്ടിൽ, ഈ തെരുവിൽ, ഈ അങ്ങാടിയിൽ, പരസ്യവേദിയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി വെളിപ്പെടട്ടെ ദൈവമേ. ഈ നാട്ടിലുള്ള മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം നിറയട്ടെ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എല്ലാ മനുഷ്യരെയും
എല്ലാവരെയും അങ്ങ് ഒരുപോലെയാണ് സ്നേഹിക്കുന്നതെന്ന് എൻ്റെ ദൈവമായ കർത്താവേ ഇപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും അറിയട്ടെ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു. സ്വർഗം സന്തോഷിക്കട്ടെ. സ്വർഗീയ നന്മകളാൽ സ്വർഗീയ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ ഈശോയെ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ അവിടുന്ന് വന്ന് നിറയണമേ. ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്ത യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇവിടെയുള്ള എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും വന്ന് വാസമുറപ്പിക്കണമേ. എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും ആനന്ദം നിറയട്ടെ. എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും സന്തോഷം കൊണ്ട് നിറയട്ടെ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭൂമിയിൽ ഉണ്ടാകും, എന്നാൽ അവയെ അതിജീവിക്കാനുള്ള ശക്തി നൽകാൻ പരിശുദ്ധാത്മാവെ ഈ സമയം അവിടുന്ന് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്തു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ സമാധാനം. കർത്താവെ പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ ഞെരുക്കത്തിൽ കഴിയുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ ശക്തിയുടെ സ്രോതസ്സായി, ശക്തിയുടെ ധൈര്യത്തിന്റെ ആത്മബലമായി പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ നാടിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ സുവിശേഷവുമായി കടന്നു വന്ന ഈ നാട് അനുഗ്രഹം പ്രാപിക്കാനായി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കട്ടെ. പിതാവേ സഭയോട് ചേർന്ന് സഭയ്ക്ക് അവിടുന്ന് കൊടുത്ത അധികാരത്തോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവേ അവിടുന്ന് പത്രോസ്ലിഹായ്ക്ക് അധികാരം കൊടുത്തല്ലോ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് യേശുവേ സഭയോടും സഭ അധികാരത്തോടും ചേർന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ, ദൈവമേ ആരാധിക്കുന്ന കർത്താവേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവവചനവുമായി നാം മുമ്പേ സഞ്ചരിക്കേണ്ടവരാണ്, നാം പിന്നാലെ പോകേണ്ടവരല്ല. ഇപ്പോ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ടല്ലോ വയനാട്ടിൽ വലിയ ദാരുണമായ സംഭവം. അത് മുണ്ടക്കയിലും ചൂരമലയിലും അട്ടമലയിലും അതുപോലെ പുഞ്ചിരി മലയിലുമെല്ലാം സംഭവിച്ചിരിക്കുന്ന ദാരുണമായ സംഭവങ്ങള്, മനുഷ്യരെല്ലാം കൂട്ടത്തോടെ ഒന്നായി മരിച്ചുപോയ ദാരുണമായ സംഭവം. കർത്താവ് ലോകത്തോട് സംസാരിക്കുകയാണിത്. ജനത്തോട് വചനം പറഞ്ഞിട്ട് മനുഷ്യന്റെ കാതുകൾ മരവിച്ചടഞ്ഞിരിക്കുന്നു. ദൈവം സംഭവങ്ങളിലൂടെ ലോകത്തോട് സംസാരിക്കുകയാ. മനുഷ്യരെല്ലാം ഒന്നായിരിക്കാൻ, ഐക്യത്തിലായിരിക്കാൻ, സ്നേഹത്തിലായിരിക്കാനുള്ള ആഹ്വാനം ദൈവം സംഭവങ്ങളിലൂടെ ലോകത്തോട് നൽകുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാമാരി വന്നിട്ട് അനവധി നാള് നാം ഞെരുക്കത്തിലായിരുന്നു. ഭവനങ്ങളിൽ അടച്ചിട്ടിരുന്നു, ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇനിയും ഉണരുന്നില്ലല്ലോ. ഇനിയും നാം ഉണരുന്നില്ലെങ്കിൽ നാം എന്നാണ് ഉണരുക? സംഭവങ്ങളുടെ ദൈവം സംസാരിക്കുന്ന സമയം അടുത്തെത്തിയിരിക്കുന്നു. സുവിശേഷം പറഞ്ഞിട്ടും, ദൈവത്തിന്റെ സുവിശേഷം പറയാൻ മടിച്ചിട്ടും, ദൈവത്തിന്റെ സത്യ വെളിച്ചമായ സുവിശേഷം ലോകത്തോട് പറയാൻ മടിച്ചിരിക്കുന്നവരോടെല്ലാം ദൈവം സംഭവങ്ങളിലൂടെ സംസാരിക്കുകയാ. സുവിശേഷ പ്രഘോഷകര് മുമ്പേ സഞ്ചരിക്കേണ്ടവരാ, പിന്നെ പോകേണ്ടവരല്ല. അതിനാൽ ഈ സമയം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം ഇപ്പോൾ ഈ വയനാട്ടിലെ പ്രതിസന്ധിയിൽ മൂലം മരണമടഞ്ഞ അനവധി മനുഷ്യര്, ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ വേദന, വേർപാടിന്റെ ദുഃഖം, അത് അളന്നു തിട്ടപ്പെടുത്താൻ പറ്റുന്നതിലപ്പുറത്താ. അത്രയേറെ വേദന പേറുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾ നമ്മുടെ ഹൃദയവിലാപം വർദ്ധിപ്പിക്കുന്നതാ. എൻ്റെ പ്രിയരെ, ഇതെല്ലാം നാം മുമ്പേ സഞ്ചരിക്കേണ്ടതാ. പിന്നാലെ ഒരുക്കത്തിനു വേണ്ടി, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പിന്നാലെ പോകുകയല്ല,
ഓരോ ക്രിസ്ത്യാനിയും ചെയ്യേണ്ടത് കർത്താവിന്റെ വഴി ഒരുക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി മുമ്പേ സഞ്ചരിക്കേണ്ട ഓരോ ക്രൈസ്തവനും യേശു ക്രിസ്തുവിന് വഴി ഒരുക്കിക്കൊണ്ട് യേശുവിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് മുന്നേ പോകേണ്ട ക്രിസ്ത്യാനി പിന്നാലെ സഹായിക്കാൻ പോകുകയല്ല ചെയ്യേണ്ടത്. മുമ്പേ സഞ്ചരിക്കണം. യേശുവിന്റെ ജീവനുള്ള സുവിശേഷം മുൻപേ സഞ്ചരിക്കണം. ഇന്ന് ലക്ഷക്കണക്കിന് യുവജനങ്ങൾ വിവാഹപ്രായമായിട്ട് വിവാഹം കഴിക്കാതെ വിവാഹം നടക്കാതെ വേദനിക്കുന്ന ഒറ്റപ്പെട്ടുപോയ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ വിലപിക്കുകയാ. എന്താ കാരണം എന്താണ്? എവിടെയാണ് മനുഷ്യന് തെറ്റുപറ്റിയത്? കുടുംബാസൂത്രണം എന്ന വലിയ തിന്മ മനുഷ്യന്റെ മുമ്പിലേക്ക് സ്വാർത്ഥതയായി വെച്ചു നീട്ടിയപ്പോൾ ഇരു കൈകളും നീട്ടി അവ സ്വീകരിച്ചതിന്റെ പാർശ്വഫലം യുവജനങ്ങൾ വിലപിക്കുകയാ. യുവജനങ്ങൾ കണ്ണുനീര് കുടിക്കുകയാ. പിളർക്കപ്പെട്ട ഹൃദയവുമായി അവർ ദൈവസന്നിധിയിൽ വിലപിക്കുകയാ. വിവാഹം നടക്കാത്ത യുവജനങ്ങള് കാരണങ്ങളിലേക്ക് നാം കടന്നു ചിന്തിക്കുന്നുണ്ടോ? എവിടെയാണ് കുഴപ്പമെന്ന് പരിശോധിക്കുന്നുണ്ടോ? ഡോക്ടർമാർ ആദ്യം രോഗിയെ പരിശോധിച്ച് ഇന്ന രോഗമാണെന്ന് കണ്ടെത്തിയാൽ അതിനാ ചികിത്സ നൽകേണ്ടത്. 4-5 മക്കളെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും? ദൈവം നമ്മളോട് കൽപ്പന നൽകിയപ്പോ നിങ്ങളൊരു 4, 3, 4, 5 മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടോ? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ഈ ഭൂമിയെ കീഴടക്കാൻ കൽപ്പിച്ച ദൈവം 8ഉം 10ഉം മക്കളെ വളർത്തി മാതാപിതാക്കൾ സുരക്ഷിതരായി അവർ മക്കളെ വളർത്തിയപ്പോൾ അവരുടെ 80ഉം 90ഉം വയസ്സായി കഴിയുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന പ്രസന്നത 2 മക്കളെ സൃഷ്ടിച്ചവരെ വളർത്തുന്ന ഓരോ മാതാപിതാക്കൾക്കും ലഭിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ടവരെ വളർത്തിയ ആ ഓരൊറ്റ ത്യാഗം മതി അവരുടെ വിശുദ്ധീകരണത്തിന്. ആ ഒറ്റ കാരണം മതി അവർ നേരിട്ട് സ്വർഗത്തിൽ ദൈവവുമായി ഒരുമിച്ചായിരിക്കാൻ. പ്രിയമുള്ളവരെ, ഒട്ടനവധി പ്രതിസന്ധികള് പ്രയാസങ്ങളുടെ നടുവിലെയാണ് നമ്മൾ ഓരോ മനുഷ്യരും കടന്നു പോകുക. സൃഷ്ടാവായ ദൈവത്തിലേക്ക് നാം ഹൃദയം തുറന്ന് തിരിക്കുക. ദൈവത്തിലേക്ക് തിരിയുക. ദൈവത്തെ ആരാധിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ നാം കൂട്ടത്തോടെ നാം ഒരുമിച്ച് മരിക്കുമ്പോഴും നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന് നന്ദി പറയണം. അത്യുന്നതനായ പിതാവിനെ നാം ആരാധിക്കണം. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം 39:6 അതിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച വചനമാ. സങ്കീർത്തനം 39:6 മനുഷ്യൻ വെറും നിഴല് മാത്രമാണ്. അവന്റെ ബദ്ധപ്പാടൊക്കെയും വെറുതെയാണ് എന്ന് ക്രിസ്തു ദൈവം മനുഷ്യനെ മുമ്പേ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് നാം ഓടുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. മനുഷ്യൻ വെറും നിഴല് മാത്രം. അവന്റെ ബദ്ധപ്പാടത്രയും വെറുതെയാണ്. അവനോ സമ്പാദിച്ചു കൂട്ടുന്നു, ആരനുഭവിക്കുന്നുവെന്ന് അവൻ അറിയുന്നേയില്ല. അല്പനേരത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന വെറും മൂടൽ മഞ്ഞിന് സമാനമാണ് നമ്മള്. എന്നാൽ ഒരിക്കലും മഞ്ഞു പോകാത്ത, ഒരിക്കലും നിലയ്ക്കാത്ത, ഒരിക്കലും മരിക്കാത്ത ഒന്നിന്റെ ഉടമയാണ് നമ്മളെല്ലാ മനുഷ്യരും. എന്താണത്? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്. അതിന് മരണമില്ല. അത് അനശ്വരതയ്ക്ക് വേണ്ടി അനന്തതയുടെ സാദൃശ്യത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കാൻ, ഈ ഭൂമിയിലുള്ള പരീക്ഷണശാലയ്ക്ക് ശേഷം നിത്യവാസത്തിനു വേണ്ടി ദൈവത്തോടു കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവനാണ് നാരായണൻകുട്ടി. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ആത്മാവിനെ ദൈവം അഭിലഷിക്കുന്നു. നീ ഒരിക്കലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെയുള്ള മുസ്തഫയുടെ ആത്മാവിനെ ദൈവം സ്നേഹിക്കുന്നു. മുസ്തഫയുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു നരകത്തിൽ പോകാൻ കർത്താവ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. ഈ മുസ്തഫയ്ക്ക് വേണ്ടിയാണ് കർത്താവ് കുരിശിൽ പിടഞ്ഞു മരിച്ചത്. ഇവിടെയുള്ള നാരായണൻകുട്ടിക്ക് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു കുരിശിൽ പിടഞ്ഞു മരിച്ചത്. ആ യേശു
ക്രിസ്തു നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യൻ വെറും നിഴൽ മാത്രം. അവൻ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞിന് സമാനമാണ് നാം എല്ലാ മനുഷ്യരും. അതിനാൽ ഈ സമയം മാനസാന്തരപ്പെടുകയും, പാപത്തോടെയാണ് നാം ആയിരിക്കുന്നതെങ്കിൽ ഇതുവരെയുള്ള എല്ലാ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുക, അനുദപിച്ചു മാനസാന്തരപ്പെടുക. മരണത്തിലേക്കുള്ള പാത എവിടെയാണെന്ന് നമുക്കറിയില്ല. നാളെ നാം എന്തായി തീരുമെന്ന് നമുക്കൊരറിവുമില്ല. അതിനാൽ ഇപ്പോൾ ഈ സമയം ദൈവത്തിന് വിലപ്പെട്ടതായി ദൈവത്തിന് കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഒരുക്കപ്പെടുക, മാനസാന്തരപ്പെടുക. അങ്ങനെ അനുതാപത്തിലേക്ക് കടന്നു വരിക. നാനാജാതി മതസ്ഥരെ നമ്മൾ ഒരുമിച്ച് സ്നേഹിക്കാൻ, നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. നമ്മുടെ അജ്ഞത മൂലം, നമ്മുടെ അറിവില്ലായ്മ മൂലം നാം പരസ്പരം കലഹിക്കുന്നു. പ്രിയരേ, ദൈവം നാം വെറുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. നമുക്ക് എല്ലാവരെയും സ്നേഹത്തിലൊന്നായി തീരാം. നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് സ്നേഹിക്കാം. ഈ കാലഘട്ടത്തിൽ നമ്മോടൊത്തായിരിക്കാനായി ദൈവം സൃഷ്ടിച്ചു തന്നതാ നമ്മുടെ മുമ്പിലുള്ള പ്രിയപ്പെട്ട നാരായണൻകുട്ടിയെ. ദൈവം നമ്മളോട് കൂടെ ആയിരിക്കാൻ ഈ കാലഘട്ടത്തിൽ അവന്റെ സഹായം സ്വീകരിച്ചു. നമ്മുടെ സഹായം അവനും പങ്കുവെച്ചു കൊടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാ ഈ കാലഘട്ടത്തിൽ മുസ്തഫേനെ ദൈവം സൃഷ്ടിച്ചത്. ആ മുസ്തഫേനെ സ്നേഹിക്കുന്നിടത്ത് മാത്രമേ ദൈവം എൻ്റെ ഉള്ളിൽ സജീവമാകുകയുള്ളൂ. മുസ്തഫയെ എനിക്ക് കണ്ടുകൂടെങ്കിൽ ഞാൻ പറയുന്ന ദൈവത്തിന് പരിമിതിയുള്ള ദൈവമാ. അന്ധനായ ദൈവത്തെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത്, ബധിരനായ ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മുസ്തഫനെ സ്നേഹിക്കുന്നിടത്തെ ദൈവം നമ്മളിൽ വസിക്കുകയുള്ളൂ. ഈ മുസ്തഫനെ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിച്ച ദൈവം ഇപ്പോൾ മുസ്തഫയോട് കൂടെ ആയിരിക്കാനും ആ മുസ്തഫനെ സ്നേഹിക്കാനും ആയിട്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന മനുഷ്യരാരെങ്കിലും 100 വർഷം മുമ്പ് പിറക്കാനായിട്ട് ദൈവം അനുവദിച്ചോ? അതല്ല, നമ്മുടെ കാലശേഷം 100 വർഷം കഴിഞ്ഞിട്ട് പിറക്കാൻ ദൈവം അനുവദിച്ചോ? അതിനാൽ ഇപ്പോഴായിരിക്കുന്നവരുടെ മുഖത്ത് ദൈവത്തെ കാണാം. ഇപ്പോഴായിരിക്കുന്നവരുടെ മുഖത്ത് ദൈവത്തെ കാണാൻ കഴിയുന്നതാണ് കാഴ്ച. അതാണ് പ്രകാശം. അന്ധത എൻ്റെ അന്ധത അല്ല അന്ധത. ഞാൻ കാഴ്ചയില്ലാത്ത 100% ഇരുട്ടിൽ കഴിയുന്നവനാണ്. എൻ്റെ കണ്ണല്ല അന്ധത, എൻ്റെ ഇരുട്ടല്ല ഇരുട്ട്. എൻ്റെ മുമ്പിലുള്ള മനുഷ്യരുടെ ഉള്ളിൽ മുഖത്ത് ദൈവത്തെ കാണാൻ കഴിയുന്ന അതാണ് വെട്ടം, അതാണ് വെളിച്ചം. ക്രിസ്തു ആഗ്രഹിക്കുന്ന വെളിച്ചം അതാ. ആ പ്രകാശത്തിലേക്കാണ് ദൈവം ഈ നാട്ടിൽ, ഈ പ്രദേശത്തുള്ള മനുഷ്യരെ ഇന്ന് ക്ഷണിക്കുന്നത്. പിതാവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തില് ഇത്രയും സമയം അങ്ങേ ആരാധിച്ചു. ദൈവമേ, എൻ്റെ ജനമാണ് ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഇവരെ അങ്ങയുടെ സ്വന്തം ജനമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അതിനാൽ എൻ്റെ ദൈവമേ, ഈ സമയം എൻ്റെ ജനത്തോട് ചേർന്ന് ഒരിക്കൽ കൂടെ അങ്ങേ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുക. പിതാവേ, ആരാധിക്കുന്നു ദൈവമേ, ഈശോയെ സ്തുതിക്കുന്നു ദൈവമേ. എല്ലാ ഹൃദയങ്ങളിലും ഒന്നായി തീരട്ടെ. ജലം സമുദ്രത്തിൽ ഒന്നിച്ചു കിടക്കുന്നത് പോലെ ദൈവമേ, മനുഷ്യ ഹൃദയങ്ങൾ ഒന്നായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. കർത്താവായ യേശുവേ, ഓരോ ക്രൈസ്തവരെ ഉണർത്തണമേ. സുവിശേഷം പറയാനുള്ള തീഷ്ണത ഓരോ ക്രൈസ്തവനും ഉള്ളിൽ നിക്ഷേപിക്കണമേ. മുമ്പേ ചലിക്കുന്നവനായി, മുമ്പേ നടക്കുന്നവനാക്കി ഓരോ ക്രൈസ്തവനെ മാറ്റണമേ. കർത്താവേ, തകർച്ചയുടെ പിന്നാലെ പോയി സഹായിക്കാനായി ചെല്ലുന്നവനായിരിക്കാതെ മുമ്പേ വരാനിരിക്കുന്ന ദുരിതങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി യേശുവാകുന്ന സത്യത്തിലേക്ക് തിരിയാൻ, രക്ഷാ വഴിയിലേക്ക് മനുഷ്യനെ നയിക്കാൻ മുമ്പേ നടക്കുന്നവനായി ഓരോ ക്രിസ്ത്യാനിയെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. അതിനാൽ ഞങ്ങൾ അധികാരത്തിന് വിധേയപ്പെടുന്നു. കർത്താവെ, അധികാരത്തെ ഞങ്ങൾ മാനിക്കുന്നതോടൊപ്പം കർത്താവായ യേശുവിന്റെ ശക്തി ഈ ലോകത്തിന്റെ മേൽ ആഞ്ഞടിക്കാനായി പ്രാർത്ഥിക്കുക കൂടെ ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരം പ്രവർത്തിക്കണമേ. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. എല്ലാ അധികാരങ്ങളും ശരിയായിട്ടല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അധികാര
അധികാരങ്ങളെല്ലാം കിടുകിട വിറയ്ക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരങ്ങളെല്ലാം, അധികാരത്തിന്റെ കോട്ടകുത്തളങ്ങളെല്ലാം നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കിടുകിട വിറയ്ക്കും. യേശുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ചിന്തപ്പെട്ട് യേശുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് നേടിയ സഭയെയും സഭ ക്രൈസ്തവ വിഭാഗത്തെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയോട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ നാട്ടിൽ ഒരുമിച്ച് ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിച്ച എല്ലാ മനുഷ്യരെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ പ്രിയപുത്രനെ ഗാഗുൽത്താമലയിലേക്ക് നടത്തിയപ്പോൾ അതിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടന്ന പരിശുദ്ധ കന്യാമാതാവേ, അമ്മ അനുഭവിച്ചതുപോലെ ഭൂമിയിൽ ഒരു സ്ത്രീയും കഷ്ടത അനുഭവിച്ചിട്ടില്ല. അങ്ങ് സഹിച്ചതുപോലെ ഒരു സ്ത്രീയും ലോകത്തിൽ കഷ്ടത സഹിച്ചിട്ടില്ല. അമ്മേ, അതിനാൽ ഈ മനുഷ്യരെ ഇപ്പോൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച എല്ലാ മനുഷ്യരെയും അമ്മയുടെ സ്നേഹമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു. മാതാവേ, അമ്മ ഇവർക്കെല്ലാവർക്കും വേണ്ടി, ഈ നാടിൽ വലിയൊരു മാറ്റത്തിന് വേണ്ടി, മാനസാന്തരത്തിന്റെ വലിയൊരു അരൂപി ഇവിടെ നിറയാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.